ലിങ്ക് വെയർ മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റുകളായാലും നമ്മൾ രണ്ട് കാര്യത്തിലാണ്. ഒന്ന് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് AI വരുമ്പോൾ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇതിന് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ എല്ലാ ലെവലിലും നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു പ്രൊഡക്റ്റ് അതേപോലെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് നമുക്ക് ഫൈനലി വേണ്ടെന്നല്ല, അവരുടെ കാര്യങ്ങൾ നടക്കണം. ഇത് സോഫ്റ്റ്വെയർ കൊടുത്താലും പോരാ, കാരണം അവർക്ക് സോഫ്റ്റ്വെയർ കൊടുത്തിട്ട് നമ്മൾ പോകുന്ന പരിപാടിയല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം കസ്റ്റമർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വേണം, സപ്പോർട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നല്ല പ്രൊഡക്റ്റുകളും നല്ല സർവീസ്, ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടു ഫസലുൽ അബദ്. അദ്ദേഹം നാട്ടിൽ സാധാരണ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനായിരുന്നു. അദ്ദേഹം പഠിക്കാൻ അത്ര മിടുക്കനൊന്നുമായിരുന്നില്ല, പക്ഷേ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കോഡിങ് മിടുക്കനായിരുന്നു. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, അദ്ദേഹം പാർട്ട് ടൈമായിട്ട് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു ഉൽപ്പന്നം ഡെവലപ്പ് ചെയ്യുക മാത്രമല്ല, അത് നിരവധി കസ്റ്റമേഴ്സിലോട്ട് എത്തിച്ചു. അവർ സാക്ഷ്യം പറയുന്നു അതിരുന്നില്ല മികച്ചൊരു ഉൽപ്പന്നമാണെന്ന്. അദ്ദേഹം ചിലപ്പോൾ നാട്ടിൽ CBI ഉദ്യോഗസ്ഥനായിരിക്കേണ്ട ആളാണ്, പ്രോഗ്രാമറായിട്ടിരിക്കേണ്ട ആളാണ്. പക്ഷേ അതൊക്കെ വേണ്ടത് വെച്ച് കളഞ്ഞു. ഒരു സംരംഭം തലയ്ക്ക് പിടിച്ചാൽ അതേത് അറ്റം വരെ പോകും. ഇന്ന് ഒമാൻ ആസ്ഥാനമാക്കി ദുബായിലും സൗദിയിലും ഇന്ത്യയിലൊക്കെ ഓപ്പറേഷൻസ് ഉള്ള ലിങ്ക്വേ എന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ സാരഥിയാണ് അദ്ദേഹം. 20 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയറുകൾ സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രണേഴ്സിന് ബില്ലിങ്ങിനും അക്കൗണ്ടിങ്ങിനും ഒക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് അതിന് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ നിരവധി ഓപ്പർച്യൂണിറ്റികളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. നിരവധി സംരംഭങ്ങളും സംരംഭകരും ഒക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ ഉണ്ടാവട്ടെ. പ്രവാസികൾ ചിലപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഞാനൊരു സംരംഭം തുടങ്ങണം. നിങ്ങൾക്കറിയാവുന്ന ഒരു കർമ്മ മേഖല, അദ്ദേഹം അറിയാത്ത മേഖലയിൽ പോയി കൈകൊള്ളിയ ആളാണ്, 10 ലക്ഷം കളഞ്ഞ ആളാണ്. അറിയാത്ത മേഖലകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാതെ അറിയുന്ന മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആദ്യമൊക്കെ കുറച്ച് പരീക്ഷണങ്ങളുണ്ടാവും, പിടിച്ചു കയറണം.